നമസ്കാരം. ദേവസൈന്യയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നരസിംഹാവതാരത്തിൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങിയാലോ? സത്യയുഗത്തിലാണ് സംഭവം നടക്കുന്നത്. ദിതിക്കും കശ്യപനും കൂടി ഉണ്ടായ മക്കളാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. ഇതിൽ ഹിരണ്യാക്ഷനെയാണ് ഭഗവാൻ വരാഹാവതാരത്തിൽ വന്നിട്ട് കൊല്ലണത്. അവർ രണ്ടുപേരുടെയും ഏട്ടൻ്റെ അനിയൻ്റെ ഒരു ഭാഗ്യം നോക്കണേ. ഭഗവാന്റെ കൈ കൊണ്ട് മോക്ഷം കിട്ടാനുള്ള ഭാഗ്യം. ഇങ്ങനെ രണ്ട് അഹങ്കാരികളായിരുന്നിട്ടും കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താ, ഭഗവാൻ അനിയനെ കൊന്ന ഭഗവാനെ എങ്ങനെയും ഇല്ലാണ്ടാക്കണം എന്നാണ് ഹിരണ്യകശിപുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അവൻ വിചാരിച്ചു, അവനറിയായിരുന്നു ഭഗവാൻ ദൈവമാണെന്നൊക്കെ അറിയായിരുന്നു. പക്ഷേ അത്രയും അഹങ്കാരമായിരുന്നു മനസ്സിൽ. അങ്ങനെ അവൻ ഭഗവാനെ തോൽപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ മന്ദരപർവ്വതത്തിൽ പോയിട്ട് തപസ് ചെയ്യാൻ തുടങ്ങി. ആ തപസ് എന്ന് പറഞ്ഞാൽ ഹിരണ്യകശിപുവിൻ്റെ മേല് ഇറുമ്പ് വരെ വന്ന് കടിച്ച് ഇരുന്ന് അരിച്ച് തിന്നിട്ടും അയാൾക്ക് ഒരനക്കം ഉണ്ടായില്ല. അവസാനം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, എന്താ ഹിരണ്യകശിപു നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഹിരണ്യകശിപു ചോദിച്ച വരം, അതായത് കേട്ടാൽ നമ്മൾ അന്തം വിടും, അങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിക്കണത്. അവന് മരിക്കണ്ട. അവൻ ചോദിച്ച വരം എന്താണെന്നറിയോ? പകലോ രാത്രിയോ മരിക്കരുത്, വീടിൻ്റെ അകത്തോ പുറത്തോ മരിക്കരുത്, മനുഷ്യനോ മൃഗമോ കൊല്ലരുത്, ആയുധം കൊണ്ടോ അല്ലാതെയോ മരിക്കരുത്, നിലത്തോ ആകാശത്തോ വെച്ച് ജീവൻ പോകാൻ പാടില്ല. ഇത്രയാണ് അവൻ്റെ അതിബുദ്ധി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ളൊരു ഇത് ഈ ലോകത്തില്ല എന്ന് ഏകദേശം അവനറിയാം. അപ്പോൾ അവൻ അതനുസരിച്ചിട്ടുള്ള വരാണ് ബ്രഹ്മാവിനോട് ചോദിക്കണത്. അങ്ങനെ ബ്രഹ്മാവ് ഇത് കേട്ട ഉടനെ തഥാസ്തു എന്നും പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഈ വരം കിട്ടിയപ്പോൾ എന്താ, ഹിരണ്യകശിപുവിന് തോന്നി ഞാൻ മരണമില്ലാത്തവനായി എന്ന്. അങ്ങനെ അങ്ങടെ ഒരു അതാണ് കഴിഞ്ഞ ആ വരം അങ്ങോട്ട് കിട്ടിയപ്പോഴേക്ക് അവൻ്റെ തനി സ്വഭാവം പുറത്തു വന്നു. 3 ലോകവും അവൻ പിടിച്ചടക്കി. അതിൻ്റെ ചക്രവർത്തിയായിട്ട്, 3 ലോകത്തിൻ്റെ ചക്രവർത്തിയായിട്ട് അങ്ങോട്ട് വിഹരിച്ചു. വേറൊരു കാര്യം കൂടിയുണ്ട്. എവിടെയെങ്കിലും ഹരി എന്നുള്ള പേരോ അല്ലെങ്കിൽ ഹരിയോം അല്ലെങ്കിൽ നാരായണാന്നോ എന്തെങ്കിലും ഭഗവാന്റെ നാമങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കഴുത്തിൻ്റെ മുകളിൽ തലയുണ്ടാവില്ല. അപ്പം എന്ത് ചെയ്തു, ഈ ഹിരണ്യകശിപു എന്താ ഉണ്ടാക്കിയത്? അതിന് പകരം വേറൊരു മന്ത്രം ജപിക്കാൻ പറഞ്ഞു കൊടുത്തു. എന്താ മന്ത്രം എന്നറിയോ? ഹിരണ്യായ നമാന്ന്. എങ്ങനെയുണ്ട്? അങ്ങനെ അതൊക്കെ പറഞ്ഞ് അങ്ങനെ നിയമം വരുത്തി. ഈ 3 ലോകങ്ങളിലും നിയമം വരുത്തി. ഇതൊക്കെ കഴിഞ്ഞ് അജയ്യനായി എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഹിരണ്യകശിപുവിന് ഒരു മകൻ ഉണ്ടാകുന്നത്, പ്രഹ്ലാദൻ. അച്ഛൻ രാക്ഷസനാണെങ്കിലും മകൻ ഭയങ്കര വിഷ്ണു ഭക്തനായിരുന്നു. നാരദ മഹർഷി പ്രഹ്ലാദൻ്റെ അമ്മയ്ക്ക് ഗർഭകാലത്ത് പറഞ്ഞു കൊടുക്കണ വിഷ്ണു സ്തോത്രങ്ങൾ കേട്ടിട്ടാണ്, അമ്മ ജപിക്കണ വിഷ്ണു സ്തോത്രങ്ങൾ കേട്ടിട്ടാണ്, അതായത് ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ അമ്മ ജപിക്കണ വിഷ്ണു സ്തോത്രങ്ങൾ കേട്ടിട്ടാണ് കുട്ടി പുറത്തേക്ക് വരണത് തന്നെ. പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് വന്നപ്പോഴേക്കും ആ ഉള്ളിലുള്ള ആ വിഷ്ണുവിൻ്റെ ഭക്തി മുഴുവൻ കുട്ടി പുറത്ത് കാണിക്കാൻ തുടങ്ങി. അതായത് ഗുരുക്കന്മാർ ഹിരണ്യായ നമാന്ന് പറഞ്ഞു കൊടുക്കും, കുട്ടി മാത്രം ഓം നമോ നാരായണ എന്നാ പറയുക. അങ്ങനെ ഹിരണ്യകശിപുവിന് ഇത് കേട്ടു. അത് കേട്ടപ്പോൾ ഹിരണ്യകശിപുവിന് ഭ്രാന്ത് പിടിച്ചു. സ്വന്തം മകനെ തിരുത്താൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാ? നാട് മുഴുവൻ നമോ നാരായണ എന്ന് പറയണവരെ കഴുത്തറക്കാം, സ്വന്തം മകൻ്റെ കഴുത്തറക്കാൻ പറ്റുമോ? അങ്ങനെ എന്നാലും മകനെ കൊന്ന് കളയാൻ വേണ്ടിയിട്ട് അയാൾ ഉത്തരവിട്ടു. ആനയെ കൊണ്ട് ചവിട്ടിച്ചു നോക്കി മകനെ, പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു, മലമുകളിൽ നിന്ന് തള്ളി താഴേക്കിട്ടു, വിഷം കൊടുത്തു നോക്കി. എന്നിട്ട് ഒന്നിനും പ്രഹ്ലാദനെ തൊടാൻ പറ്റിയില്ല. ഭഗവാനല്ലേ പ്രഹ്ലാദൻ്റെ കൂടെ ഉള്ളത്. ഒടുവിൽ സഹി കെട്ടിട്ട് ഹിരണ്യകശിപു മകനോട് ചോദിച്ചു, എവിടെയാണ് നിൻ്റെ വിഷ്ണു ഇരിക്കണത് എന്ന് ചോദിച്ചു. പ്രഹ്ലാദൻ
പതറാണ്ട ഉറച്ചു മറുപടി പറഞ്ഞു. അദ്ദേഹം തൂണിലും തുരുമ്പിലും ഉണ്ടച്ചാ. അത് കേട്ടിട്ട് കൂടുതൽ ദേഷ്യം വന്നു ഹിരണ്യകശിപുവിന്. ഈ തൂണിലുണ്ടോ നിൻ്റെ ഭഗവാൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു പ്രഹ്ലാദൻ. അങ്ങനെ ഒരു കൽത്തൂണ് പ്രഹ്ലാദൻ്റെ മുന്നിൽ വെച്ചിട്ട് ഗദ വെച്ചിട്ട് അടിച്ചങ്ങോട്ട് പൊട്ടിച്ചു. അപ്പോഴതാ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നു ഒരു രൂപം. മനുഷ്യനുമല്ല, മൃഗവുമല്ല, സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലും. നരസിംഹം ഗർജനം കേട്ട ഭൂമി കുലുങ്ങും. ഹിരണ്യകശിപുവിന് ബ്രഹ്മാവ് കൊടുത്ത വരങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഭഗവാൻ അങ്ങനൊരു രൂപം എടുത്തു. അപ്പോൾ ഇതങ്ങോട്ട് ഭഗവാനെ കണ്ടപ്പോഴേക്ക് ഹിരണ്യകശിപു ആകെ അന്താളിച്ചു. ഇതെന്താപ്പത് എന്നോട് വിചാരിച്ചു. അങ്ങനെ പുറത്തേക്ക് വരലും ഹിരണ്യകശിപുവിനെ അങ്ങോട്ട് ഒറ്റ കൈകൊണ്ടാണ് ഒരൊറ്റ പിടിയാ. എന്നിട്ട് എന്തുണ്ടായേ? അപ്പം നമ്മൾ നോക്കണം, നമ്മൾക്ക് ഭഗവാൻ, അതായത് ബ്രഹ്മദേവൻ ഹിരണ്യകശിപുവിന് കൊടുത്ത വരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കി നോക്കാം. അതായത് അതിൽ ഭഗവാൻ എടുത്ത രൂപത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതായത് സമയമാണെങ്കിൽ സന്ധ്യാനേരം, അതായത് ആദ്യത്തേത് പകലും അല്ല രാത്രിയല്ല. സ്ഥലം എവിടെ വെച്ചിട്ടാ? ഉമ്മറപ്പടിയുടെ അടുത്തായിരുന്നു തൂണ്. അതപ്പോൾ അകത്തുമല്ല പുറത്തുമല്ല. പിന്നെ ഭഗവാന്റെ മടിയിൽ കിടത്തിയിട്ടാണ് കൊല്ലണതേ. നിലത്തുമല്ല ആകാശത്തുമല്ല. ആയുധമൊന്നുമില്ല ഭഗവാന്റെ കയ്യിൽ. മൂർച്ചയുള്ള നല്ല നഖങ്ങളാണ്. ആ നഖങ്ങളുകൊണ്ട് ഹിരണ്യകശിപുവിൻ്റെ നെഞ്ഞും വയറും ഒക്കെ പാടെ ഇങ്ങോട്ട് പിളർന്നു ഭഗവാൻ. അങ്ങനെ ഹിരണ്യകശിപു മരിക്കുകയാണ്. ഇതിൽ ഭഗവാന്റെ ഈ നരസിംഹാവതാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാഠങ്ങളുണ്ട്. ഒന്ന്, അഹങ്കാരം വലിയ ആപത്താണ്, നമ്മളെ നശിപ്പിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ കാര്യം വിശ്വാസം, അതാണ് എല്ലാം. ഭഗവാനിൽ അങ്ങോട്ട് സ്വയം അങ്ങോട്ട് അർപ്പിച്ചിട്ട് വിശ്വസിച്ചോളൂ, ഭഗവാൻ നിങ്ങളുടെ മുന്നിൽ വന്നിക്കും. പക്ഷേ ചിലപ്പോൾ ഭഗവാനാണെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷേ നിങ്ങൾക്കൊരു അത്യാവശ്യം വരണ ഒരു ഘട്ടത്തിൽ ആരുടെയെങ്കിലും രൂപത്തിൽ ഭഗവാൻ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ ശക്തി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ മക്കൾക്ക് നല്ലത് മാത്രം പറഞ്ഞു കൊടുത്ത് വളർത്തുക. കാരണം ഇവിടെ പ്രഹ്ലാദൻ ഭഗവാന്റെ നാമം ചെല്ലുമ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് കൊല്ലാൻ നോക്കിയ അച്ഛനാണ് ഹിരണ്യകശിപു. ഹിരണ്യകശിപുവിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ എത്ര ബുദ്ധിമാൻ, എത്ര അതിബുദ്ധിയുള്ളവനായാലും ശരി, വിധിയെ മറികടക്കാൻ പറ്റില്ല. അത് എങ്ങനെയാണെങ്കിലും അതിനൊരു വഴി ഭഗവാൻ, അത് നടക്കേണ്ട കാര്യങ്ങൾ നടന്നേ തീരൂ. പിന്നെ തിന്മ വല്ലാണ്ട് അങ്ങോട്ട് അധികമാകുമ്പോൾ അതിനെ അങ്ങോട്ട് അടിച്ചമർത്താൻ ഭഗവാൻ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ അവതാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും നേരം എന്നെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാനിടണ നല്ല നല്ല വീഡിയോസ്, ഭഗവാനെ പറ്റിയിട്ട്, ഈശ്വരന്മാരെ, ഭഗവാൻ എല്ലാവരെ പറ്റിയിട്ടും ഞാനിടണ വീഡിയോസ് എല്ലാവർക്കും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പറയണത്.